ഹലോ, മഞ്ഞ് പെയ്യുന്നൊരു വെളുപ്പാങ്കാലത്ത് നല്ല സന്തോഷമുള്ളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് നമ്മൾ. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല അറ്റ്മോസ്ഫിയറാണ്. വെളുപ്പാങ്കാലത്ത് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മ വണ്ടിയെ തന്നെ ഇരുന്ന് റെഡി ആവാണ്. അത് കണ്ടിട്ട് അച്ഛൻ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ അതിനൊന്നും പ്രൊവോക്ഡ് ആകാതെ മേക്കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സീനാണിത്. ഞാനും ഉറക്കപ്പിച്ച് തന്നെ ആയിരുന്നത് കൊണ്ട് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയെ തന്നെ ഇരുന്നിട്ടാണ് എല്ലാ പേക്കൂത്തുകളും കാണിച്ചു കൂട്ടുന്നത്. വീട്ടിൽ നിന്ന് റെഡിയാവാൻ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പകുതി വണ്ടിയിലിരുന്ന് റെഡി ആയിട്ട് നമ്മൾ ടൂർ പോവുകയാണ്. നമ്മളെവിടെ പോകുന്നത്? ടൂറിന് എവിടെയാ പോകുന്നത്? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ മാത്രമല്ല ഇവിടെ മേക്കപ്പ് ചെയ്യുന്നത്, ഇവിടെ ഒരുപാട് പേര് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. വെയിലത്ത് മുന്നേ ഇന്നലെ രാത്രിയിൽ ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ രാവിലെ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ ആ മഞ്ഞിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ യാത്ര. എങ്ങോട്ടാണെന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഉറക്കത്തിൽ നിന്ന് എണീറ്റുള്ള പോക്കായതുകൊണ്ട് നമുക്ക് വയറ്റിൽ നിന്ന് പേഞ്ഞ് കയറാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു ചായക്കടയിലൊക്കെ നിർത്തി ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. ചൂടില്ലാത്ത പലഹാരം ആയതുകൊണ്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊന്നാന്തരം പത്തല വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അമ്മയും വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ചായയും പലഹാരവും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. നമ്മുടെ പുതിയ റോഡിലൂടെ കുറച്ച് ദൂരം നല്ല സ്പീഡിൽ പോകാനൊരു ചാൻസ് കിട്ടിയപ്പോൾ അതും കൂടി ഇതിൽ പകർത്താമെന്ന് വിചാരിച്ചു. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത്. നല്ല എൻട്രൻസ് ആയിരുന്നു, അതുകൊണ്ട് അത് എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നീണ്ട വഴിയിലൂടെ ഈ ബേക്കൽ ഫോർട്ടിലേക്ക് അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കില്ല, ഇനി വരുമായിരിക്കും. നല്ല തൊപ്പിക്കടകളൊക്കെ ഉണ്ട് അവിടെ, കുറേ തൊപ്പിയൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്. നല്ല പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷെ മുടിഞ്ഞ വെയിലാണ്, നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കേണ്ട, വേഗം പോവാം. ഇതെല്ലാം സ്റ്റോൾസ് ആണ് കേട്ടോ. ഇതാണ് നമുക്ക് ബേക്കൽ ഫോർട്ടിൻ്റെ പുറമേ ഉള്ളൊരു ദൃശ്യം എന്ന് പറയുന്നത്. നമ്മുടെ ചെങ്കൽ കോട്ട പുറത്തുനിന്ന് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ സ്കാൻ ആൻഡ് പേക്കുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ക്യാഷ് പേ ആയിരുന്നതുകൊണ്ട് ടിക്കറ്റ് എടുത്തു, ക്യാഷ് കൊടുത്ത്. ടിക്കറ്റ്സ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറേണ്ടതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ സ്റ്റാർട്ടിങ്? ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. വളരെ ഓർമ്മയുള്ളൊരു കാലഘട്ടമാണ് ഗൈസ്. നല്ല ഓർമ്മയുണ്ട്. അന്ന് എന്താ വെച്ചാൽ ഗൈഡും സ്കൗട്ടിൻ്റെ ഒക്കെ ഒരു വൺ ഡേ ട്രിപ്പ് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ബേക്കൽ ഫോർട്ടിൽ വന്നു. പിന്നെ നമ്മുടെ അബ്ദുൽ കരീമിൻ്റെ കാർഡ്, അതിനെക്കുറിച്ചൊരു മലയാളത്തിലൊരു പോർഷൻ പഠിക്കാനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് അത് കാണാൻ വേണ്ടി പോയി. അതോ അത് കഴിഞ്ഞിട്ട് ഇത് കാണാനാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് ഇത് കാണാനാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അന്ന് വന്ന സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഗൈഡിൻ്റെ യൂണിഫോമിലൊരു സാധനമുണ്ട്, ബ്യൂഗിളല്ല ഗോഗിള് അങ്ങനെ പറയുന്നത്, ഈ ടൈ ഇങ്ങനെ കയറ്റുന്ന ഒരു സാധനം. ആ സാധനം എനിക്ക് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അതെനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. അയ്യാ, ഇങ്ങനെ നമ്മൾ കോട്ടയുടെ വാതിൽ കടന്നിരിക്കുകയാണ്. ഗേറ്റ് കടന്ന് അകത്ത് പ്രവേശിച്ചാൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ നിരീക്ഷണ കോട്ടകൾ തുടങ്ങുകയായി. പിന്നെ എന്നെ ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന് തന്നെ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പിന്നെ ബാക്കി എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ കാഴ്ചകൾ. ഇവിടെ എത്തുന്നവരെ ഞങ്ങൾ 4 പേര് ഒരുമിച്ചായിരുന്നു. പിന്നെ 2 കപ്പിളും 2 വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അച്ഛനും അമ്മയും നേരെയുള്ള വഴിക്ക് വെച്ച് പിടിച്ചു, ഞാൻ നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിലെയുള്ള യാത്രകൾ കണ്ടു. 2 പേരും കൂടെ നടുക്ക് വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്തത്. വെയിൽ കുറച്ച് ശക്തമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയമായപ്പോഴത്തേക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മയിലിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. ആക്രമിക്കോ? കുഞ്ഞു കുഞ്ഞു ഹോളുകൾ. ഇതൊക്കെ എന്താ? ഇതൊക്കെ എന്തിനായിരിക്കും ഇങ്ങനെ വെച്ച് നോക്കി
ഇങ്ങനെ നോക്കാനായിരിക്കുമല്ലേ. നമ്മളിങ്ങനെ ഒളിച്ചെടുത്തിട്ട് ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഡിഷ്യം വെക്കാനായിരിക്കും ഇഷ്ടം. ഇത് ബദാം ട്രീ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടേ, ഈ ബദാമിൻ്റെ ഇല പിറക്കിയിട്ട് ആമസോണിൽ റീസെല്ലർ ആകാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. നമുക്കിരുന്ന് പറിക്കാമല്ലോ. ചുവന്ന ഇല വേണം ചുവന്ന ഇലയുണ്ട്, പച്ച ഇല വേണം പച്ച ഇലയുണ്ട്. 1 2 3 4 5 ഇത് അങ്ങോട്ടെല്ലാം ബദാം ട്രീസ് കേട്ടോ. ഇവിടെ നിറച്ചും നമ്മുടെ ഭിത്തികളിൽ കൂടി, ഈ ചെങ്കൽ ഭിത്തികളിൽ കൂടെ നിറയും നമുക്ക് ഇതുപോലുള്ള ഹോൾസ് ആണുള്ളത്. ഇത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്, ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ആയിരുന്നു. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ, ഒരു ഹോളിലൂടെ നോക്കുമ്പോൾ ഉള്ള മനോഹരമായ ദൃശ്യമാണിത്. കടലങ്ങ് ദൂരെ വരെയും കാണാൻ പറ്റും. നല്ല സ്പോട്ടാണിത്. അങ്ങനെ ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി വെച്ച ഇതുപോലുള്ള ഒരു സ്പോട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത്. ശരിക്കും പറഞ്ഞാൽ ബേക്കൽ ഫോർട്ട് ഒരു കീ സ്ട്രക്ചർ ആണെന്നാണ് കേട്ടിരിക്കുന്നത്, ഒരു കീ ഹോളിൻ്റെ സ്ട്രക്ചറാണെന്ന്. പക്ഷെ അത് നമുക്ക് വലിയ ഡ്രോണോ മറ്റുണ്ടായാലും ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോഴായിരിക്കുമല്ലോ തിരിയുന്നത്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും ഒരു കീ ഹോൾ സ്ട്രക്ചറാണ് ബേക്കൽ ഫോർട്ടിനുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. കോഷൻ നോട്ടീസൊക്കെ ഉണ്ട്, ഒരു വഴിയുണ്ട്. ഗേറ്റ് തുറന്നിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കിതിൽ ഇറങ്ങാൻ പറ്റുമായിരിക്കുമല്ലോ. ഓ വാവ്. ഫോട്ടോ കിട്ടിയോ? നേരത്തെ പറഞ്ഞ കീ ഹോൾ സ്ട്രക്ചർ ഇല്ലേ, വ്യക്തമായിട്ട് നോക്കിയാൽ ഇതാണ് ആ കീ ഹോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ആംഗിളിലൂടെ നമ്മൾ നോക്കിയാൽ ഏറ്റവും പീസ്ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അധികം വെയിലില്ല, കടലിൻ്റെ ലോങ് വ്യൂ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കാറ്റൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. പടയാളികൾക്ക് ഒളിച്ചിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കാനും യുദ്ധം ചെയ്യാനൊക്കെയുള്ള സൗകര്യത്തിനുള്ള ഗുഹകളും കുഴികളും ഒക്കെ അവിടെ ഇവിടെയായിട്ട് ഒരുപാടുണ്ടായിരുന്നു, ഇതുപോലത്തേതൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു ചേട്ടനോട് അതിൻ്റെ ഒരു ചെറിയ കാര്യം ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. നമ്മൾ നടക്കുന്ന വഴിക്ക് നമുക്ക് ചെറിയ ടൈലുകൾ കാണാം, ചില വർഷങ്ങൾ കൊത്തി വെച്ചിരിക്കുന്ന ടൈലുകൾ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്, ഈ കല്ലുകളൊക്കെ പണ്ടത്തേത് കുറേ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പുനരുദ്ധാരണ വർക്കുകളൊക്കെ അതിനകത്ത് നടന്നത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ വർഷം എന്നാണ്. ഇത് ഒരു കീ ഹോൾ സ്ട്രക്ചറിലാണുള്ളത്. ആ കീയുടെ വട്ടം ഇത് നീളത്തിൽ വഴി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കീ ഹോൾ സ്ട്രക്ചർ. ഇതിലൂടെയുള്ള വഴികളിൽ അത്രയും നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൂടെയൊക്കെ നോക്കിയാൽ നമുക്ക് കടലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. എല്ലായിടത്തു നിന്നും ഒളിച്ചിരുന്ന് നോക്കാനുള്ള ആറകളുണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ അവിടെ ഒരു ഒടിഞ്ഞു വീഴാറായൊരു കെട്ടിടമുണ്ട്. അതൊരു വീടിൻ്റെ സ്ട്രക്ചറാണ്. അതിപ്പോൾ എന്താണോ അതെങ്ങനെയാണ് അതിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരു തുരങ്കം കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇതൊരു നിലവറാണ്. മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പടയാളികളെയൊക്കെ പണ്ട് പൂട്ടിയിടാൻ വേണ്ടി ജയിലിൽ അടച്ച നിലവറയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫുള്ള് ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതുപോലത്തെ ടൈലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വർഷം കൊത്തി വെച്ചിരിക്കുന്നത്. ഇത് അവിടെ ഒരാൾ ഒളിച്ചിരിക്കുകയാണ്. മറ്റെന്തോ കാര്യം സാധിക്കാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഇത് വെയിൽ കൊള്ളാതെ ആ തണലത്തൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണിത് കേട്ടോ. ചേട്ടൻ മുള്ളാനിരുന്നാണോ? ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇവർ കല്ലിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പുതിയ ചെടികളും മരങ്ങളും ഒക്കെ ഇവർ തന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് കെട്ടാനും തടം തീർക്കാനും ഒക്കെ ആയിട്ട് കല്ലിറക്കിയിരിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരു നീരുറവോ ഒരു പഴയ കുളമോ കിണറോ എന്തോ ഒന്നുണ്ട് അവിടെ. ഇതിൻ്റെ സൈഡ് കെട്ടി എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഇതിൻ്റെ പുറമേ ഉള്ള ഏരിയ മുഴുവൻ ഇപ്പോൾ എന്തെല്ലോ വെച്ചിട്ടാണുള്ളത്. അത് ഇത്രയും മാത്രമേ നമുക്ക് തുറന്ന് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ പ്രധാന വാതിൽ ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കസേരകളൊക്കെ നിരത്തി വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതെന്തായിരുന്നു എന്നുള്ളത് അറിയില്ല.
വിശ്രമ കേന്ദ്രങ്ങളോ എന്തോ ഒന്നായിരുന്നു ഇത്. ഏതായാലും ഇതിൻ്റെ ഭിത്തികളെല്ലാം കല്ലിൽ തീർത്തതാണ്, കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇരുവശങ്ങളിലേക്കും ഇരുട്ടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ദൂരമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ പുറമെ ആ കേന്ദ്രത്തിൻ്റെ പുറമേ കണ്ടാൽ ഇതിങ്ങനെയാണ്. വേറൊരു കോട്ടയം അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയതാ. വെയിൽ കൊണ്ട് കരിഞ്ഞ് സൺസ്ക്രീനൊക്കെ ഒലിച്ച്. കൂട്ടത്തിൽ 2 പേരും കൂടെ ഉണ്ടായിരുന്നേ. അവരെന്തെയോ നമുക്കിനി തപ്പി കണ്ടുപിടിക്കണം. ഭയങ്കര വെയിൽ. കുറേ സമയം ഈ വെട്ടുകല്ല് തന്നെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുരയും. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് പോയിട്ട് അവരെ കണ്ടുപിടിക്കാൻ ഉള്ള സമയമായി. അതാ ദൂരെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. സുഖിച്ചിരിക്കുകയാണ് മരത്തിൻ്റെ ചോട്ടിൽ. നല്ല മാർബിളിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് നമ്മൾ ക്ഷീണിതരായാലും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത് ഈ ചൂടത്ത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുമുണ്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും, അങ്ങനെയുണ്ടൊരു ഗുണം. എടാ മയിലുകൾ ഇഷ്ടം പോലെ ഓടുന്നു. 1 2 3 4 എണ്ണം ഉണ്ട്. അത് 5-മത്തേത് വന്ന്. അതങ്ങ് ദൂരെ നമ്മുടെ ഡാഡി മമ്മി നടന്നു വരുന്നുണ്ട്. പോയി പിക്ക് ചെയ്യട്ടെ. മമ്മി ഫോണിലാണോ? താത്തക്കുട്ടിയായിട്ട് ഇതെവിടുന്ന് വെള്ളമൊക്കെ മേടിച്ചു. വെരി ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. പക്ഷേ വെയിൽ കാരണം ഞങ്ങൾക്ക് ഒരു ആസ്വദിക്കാൻ പറ്റിയില്ല. സോ സാഡ്. ഒരുപാട് നടക്കണം, കടലിനിടയ്ക്ക് അയലിന് താഴേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരുപാട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വഴിക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങി നടന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അയ്യോ, അപ്പം നിങ്ങൾ അങ്ങ് കയറിയില്ലേ? ഞങ്ങൾ കടലിൻ്റെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പകുതി വരെ വഴിയെത്തിയതാണ്. പിന്നെ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടും ഇറങ്ങാനുള്ളത് കൊണ്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടും വിശക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ കോട്ടയുടെ മുകളിൽ കയറി. ശരി, 2 കോട്ടയുടെ മുകളിൽ കയറി വ്യൂസ് എല്ലാം കണ്ടു. അപ്പോൾ ഇനി എന്താ? ഇനി അടുത്ത ഏറ്റവും നല്ലൊരു ഹോട്ടലിലേക്ക്. ഓക്കെ, വണ്ടി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ വണ്ടി അയിലേ ഒക്കെ ഓടിച്ചതിന് ശേഷം ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ക്ഷീണിച്ച് ബേക്കലിൻ്റെ അവിടെ നിന്ന് ഫുഡ് തപ്പി നമ്മൾ കുമ്പളയിൽ എത്തിയിട്ടാണ് വണ്ടിക്ക് ബ്രേക്ക് കൊടുത്തത്. ക്യൂബ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. നല്ല അടിപൊളി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല, വാരി വലിച്ചുള്ള തീറ്റയായിരുന്നു. കാരണം രാവിലെ ആ ചായ കുടിച്ചല്ലാതെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയായപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഒരു വിശ്രമം ഉത്തമം.